ചേച്ചീനെ ഇന്നത്തെ ആരാധനയിൽ ചേച്ചിനെ സ്പർശിച്ച ഒരു വേർഡ്. എന്നെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഓക്കെ, ചേച്ചി അതിൽ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. സോ നമുക്ക് ഇനി ആദർ ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി ഇന്നത്തെ ആരാധനയിൽ ചേച്ചിനെ സ്പർശിച്ച ഒരു വേർഡ്. ഇന്നത്തെ ആരാധനയിൽ എന്നെ സ്പർശിച്ചത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ ആ പാട്ടിൻ്റെ ആ വാക്ക്, ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. ആ വാക്ക് അല്ലാതെ തൊട്ടു. പിന്നെ അതേപോലെ പാസ്റ്റർ സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്ന് ഒരുക്കും. അപ്പോൾ ശത്രുക്കൾ കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പന്തിയുടെ അളവ് എന്ന്, അത് വളരെ തൊടുവാനായിട്ട് ഇടയായിരിക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ജസ്റ്റിൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇന്നത്തെ ചേട്ടൻ ആരാധനയിൽ ചേട്ടനെ സ്പർശിച്ച ഒരു വേർഡ്. ശത്രുക്കളെപ്പോൾ നമ്മൾ അവസാനത്തോളം സ്നേഹിക്കുക എന്നുള്ളൊരു ഇതാണ്, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും കർത്താവ് യൂദാസിനെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും സ്നേഹിച്ചതുപോലെ നമ്മൾ അതേപോലെ അവസാനത്തോളം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയണം എന്നുള്ള മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. Jesus loves you till the end. Jesus Christus lived this. ഇന്നത്തെ ആരാധനയിൽ എന്നെ സ്പർശിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സങ്കീർത്തനം തന്നെ, 23-ാം സങ്കീർത്തനം. അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും, ഞാൻ ഇവിടെ ഈ ഡോച്ച്ലാൻഡിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ പലപ്പോഴും പല സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു സങ്കീർത്തനമാണ് എന്നെ എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഒരു സങ്കീർത്തനം എനിക്കിന്ന് ഏറ്റവും, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും സ്പർശിയായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. മാളുവിന് ഏത് വേർഡാണ്? ഇന്നെനിക്ക് ഏറ്റവും സ്പർശിച്ചത്, ക്രൂശിക്കാൻ പോവാന്ന് അറിയുന്നതിന് മുമ്പും തള്ളി പറയാൻ പോകുന്ന പത്രോസിനെയും ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിനെയും ചേർത്ത് പിടിച്ച യേശുവിൻ്റെ സ്നേഹം, അത് എന്നെ സ്പർശിച്ചത്. ഓക്കെ, എനിക്ക് സ്പർശിച്ച വേർഡ് ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിന് അറിയാം യൂദാ ഇസ്കറിയോത്ത് അദ്ദേഹത്തെ ചതിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണെന്നറിയാം. എങ്കിലും അവസാനത്തോളം ആ ഒരു സ്നേഹിച്ച ഒരു സ്നേഹം, അത് തന്നെയാണ് എന്നെ സ്പർശിച്ചത്. ഇന്ന് നമ്മുടെ ശിവചേച്ചി പാടിയ ഗാനം, ഈ മരു യാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല. യേശു കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിച്ച 2 സബ്ജക്റ്റ്. ഒന്ന്, ശത്രുക്കൾ കാണെ ദൈവം വിരുന്ന്. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ വിരുന്നിൻ്റെ വിശാലതയും കൂടും. 2, ദൈവം ഒരാളിനെ സ്നേഹിച്ചു തുടങ്ങിയ ലോകത്തിൻ്റെ അവസാനം വരെ ലോകാവസാനം വരെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധനയായിരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.